ഞായറാഴ്ച തോറുമുള്ള ആത്മീയ ധ്യാനത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടെയാണ്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് യേശുവിൻ്റെ വചനങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പങ്കിടുക എന്നതാണ് ലക്ഷ്യം. അതിനാരംഭം കുറിക്കുന്നതിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇവയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. രണ്ടാമത്തെ വാക്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്ന, അതിൽ വളരെ വിശാലമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഒരു ദർശനം. രാജാവ് നല്ല ഇടയനാകണം. നല്ല ഇടയവൻ്റെ സ്വഭാവവും ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം ആടുകളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹ അധിഷ്ഠിതമായ ഒരു ഭരണ സംസ്കാരം വിഭാവന ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ദർശനം ആത്മീയതയിൽ ഉണ്ടാകണമെന്നത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു സമീപനമാണ് നസ്രയനായ യേശുവിൻ്റേതെന്ന് ഈ കാലത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. ഓണം ആഘോഷിക്കുന്ന ഈ സമയത്ത് ലോകത്തിലുള്ള എല്ലാ ജനതയും എക്കാലത്തും സൽഭരണത്തെ സ്വപ്നം കണ്ടിരുന്നു. അതിനെ ആസ്പദമാക്കിയുള്ള കേരളത്തിൻ്റെ ആവിഷ്കാരമാണ് ഓണം. മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നുവെന്നും ആ രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ജനങ്ങൾ സൽഭരണം നന്നേ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ചിരുന്നുവെന്നും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും അന്ന് ജനങ്ങൾക്ക് ലഭ്യമായിരുന്നു, അനുഭവവേദ്യമായിരുന്നു. കള്ളവും ചതിയുമില്ല. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളുളുമില്ല പുളിവചനം. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക, ധാർമ്മിക, ആധ്യാത്മിക വിഭാവനയിൽ സൽഭരണത്തിൻ്റെ സ്വഭാവവും ഉള്ളടക്കവും എന്തായിരിക്കണം എന്നതിൻ്റെ ഒരടയാളപ്പെടുത്തലാണ് ഓണം എന്നത്. പലപ്പോഴും നാം മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സൽഭരണം ഉണ്ടാകണമെങ്കിൽ അവിടെ സമത്വം ഉണ്ടാകണം, സാഹോദര്യം ഉണ്ടാകണം. സമത്വവും സാഹോദര്യവും അർത്ഥവത്താകണമെങ്കിൽ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. എന്നാൽ ഇവയൊക്കെ നിലനിർത്തണമെങ്കിൽ സത്യത്തിന് ആത്യന്തികമായ പ്രാധാന്യം കൽപ്പിക്കപ്പെടണം. ഒരു സമൂഹത്തിൽ സത്യം നിരുപാധികം ആദരിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ അവിടെ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും നിലനിൽക്കുകയുള്ളൂ, അവിടെ സൽഭരണത്തിന് സാധ്യതയുള്ളൂ എന്ന ചരിത്രപ്രധാനമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ശ്രദ്ധേയമായൊരു തിരിച്ചറിവാണ് ഓണാഘോഷത്തിൻ്റെ ഹൃദയഭാഗം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് സത്യം മാനിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു ജനതയ്ക്ക് സൽഭരണം
ലഭ്യമാകുകയില്ല എന്ന് ഓണത്തിൻ്റെ ഈ ആഘോഷങ്ങളിൽ കൂടെയും യേശുവിൻ്റെ പഠിപ്പീരുകളിൽ കൂടെയും അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചിന്തകർ, ദാർശനികരായ ചിന്തകരുടെ തിരിച്ചറിവിൽ കൂടെയും മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ളത് എന്നത് കുറച്ചുകൂടെ വ്യക്തമായി നാം ധരിക്കേണ്ട ആവശ്യമുണ്ട്. സത്യം എന്നാൽ എന്താണ്? നമുക്കറിയാം, പൊന്തിയോസ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അവകാശപ്പെട്ടവനോടാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായ നീതി നടപ്പിലാക്കുവാൻ നിയോഗിക്കപ്പെട്ട, എന്നാൽ നീതി നടപ്പിലാക്കുവാൻ നട്ടല് കാണിക്കാത്ത പൊന്തിയോസ് പീലാത്തോസ് ചോദിക്കുന്നത് എന്ന പ്രത്യേകമായ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ സത്യത്തെ പറ്റിയുള്ള ചിന്തകൾ വളരെ ഇടർച്ചയേറിയതും അവ്യക്തവുമാണ്. സത്യം എന്നാൽ എന്താണ് എന്നുള്ളതല്ല ഇപ്പോഴത്തെ ചോദ്യം. സത്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ടോ? അതിന് വല്ലതും പ്രസക്തിയുണ്ടോ? അതിനെപ്പറ്റി ചിന്തിക്കുകയും തലപൂക്കുകയും ചെയ്യുന്നത് മണ്ടത്തരമല്ലേ? ഇങ്ങനെയുള്ള നിലപാടിലേക്ക് നാം എത്തി. രാഷ്ട്രീയത്തിൽ സത്യത്തെ ഓർത്താരും തലപുകേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തെ ഉപേക്ഷിച്ച് മുന്നേറുന്നതാണ് രാഷ്ട്രീയമായ ബുദ്ധി, മിടുക്ക് എന്ന് നാം ഇന്ന് വളരെ കൃത്യമായി ചിന്തിക്കുന്നു. അപ്പോൾ പൊന്തിയോസ് പീലാത്തോസിൻ്റെ ചോദ്യത്തിൽ നിന്ന് നാം വളരെയധികം മുൻപോട്ട് ഗമിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ നമ്മെ ഞെട്ടിപ്പിക്കേണ്ട യാഥാർത്ഥ്യം. സത്യത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രീയമായ വിജയവും ലാഭവും കൈവരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് യാതൊരു സങ്കോചവുമില്ലാതെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതേ കാലഘട്ടത്തിൽ നമുക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ളൊരു വിരോധാഭാസമാണ്. ഒരു വഴിക്ക് മനുഷ്യൻ സൽഭരണത്തെ സ്വപ്നം കാണുന്നു, മറുവഴിക്ക് അവൻ്റെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെ സൽഭരണത്തെ അട്ടിമറിക്കുവാൻ മാത്രം താല്പര്യമുള്ള സ്ഥാവര താല്പര്യങ്ങളുടെ കാട്ടാളന്മാർക്ക് മനുഷ്യർ അംഗീകാരം നൽകി അവരെ ഭരണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. ഈ വിരോധാഭാസം തിരിച്ചറിയേണ്ട ഒരു വലിയ ആവശ്യം ഇന്ന് നമ്മെ തുറിച്ചു നോക്കുന്നുണ്ട്. ഞാൻ കൂടുതലായി ഇത് വിശദീകരിക്കുന്നതിന് കാരണം ഇത് സമകാലീന യാഥാർത്ഥ്യമാകിയാൽ ഇവയെപ്പറ്റി എല്ലാവർക്കും വേണ്ട തോതിൽ വ്യക്തതയുണ്ട് എന്ന് അനുമാനിക്കുവാൻ എനിക്ക് അവകാശമുണ്ട്. ഓണത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഐഹികം, ഈ ലെജൻഡ്, അതിലെന്നെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു മർമ്മം ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. ചെറുപ്പക്കാരൻ മുതലേ എപ്പോഴെങ്കിലും ഓണത്തെപ്പറ്റി അല്ലെങ്കിൽ ഓണത്തിൻ്റെ പിറകിൽ വർത്തിക്കുന്ന, അതിൻ്റെ പശ്ചാത്തലമായി പ്രവർത്തിക്കുന്ന ഈ ചരിത്ര സംഭവത്തെപ്പറ്റി അല്ലെങ്കിൽ ഐഹികത്തെപ്പറ്റി, ഇത് ചരിത്ര സംഭവമാണോ അല്ലയോ എന്ന് ആധികാരികമായ തെളിവൊന്നുമില്ല. പല കാര്യങ്ങളും അങ്ങനെയല്ല, അത് ലെജൻഡ്സ് മാത്രമാണ് അല്ലെങ്കിൽ മിത്തുകൾ മാത്രമാണ്. എന്നാൽ ഇതിൽ ശ്രദ്ധേയമായൊരു മർമ്മമുണ്ട്. അതെന്താണ്? ഒരു വശത്ത് ജനങ്ങൾക്ക് സൽഭരണം നൽകുവാനായി, ഉറപ്പുവരുത്തുവാനായി എപ്പോഴും ജാഗരൂകനായി പ്രവർത്തിക്കുന്നൊരു രാജാവ്, മറുവശത്ത് അങ്ങനെ ജനങ്ങൾക്ക് സൽഭരണം പ്രദാനം ചെയ്യുന്ന ഒരു രാജാവ് നിലനിൽക്കുന്നത് മനസ്സിലാക്കി അത് ഭയന്ന് വല്ല വിധേനയും ആ രാജാവിനെ ഒടുക്കിക്കളയണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ദേവന്മാർ, ഗോഡ്സ്. ഇതെന്നെ ചെറുപ്പം മുതലേ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ളൊരു മർമ്മമാണ്, ഒരു പാറ്റേണാണ്. എന്നാൽ വളരെയധികം നാളുകൾക്ക് ശേഷമാണ് ഇതിൻ്റെ ചരിത്രപരമായ പ്രസക്തി എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എക്കാലത്തും മതവും സൽഭരണവും പരസ്പര പൊരുത്തമില്ലാത്ത രണ്ട് ഘടകങ്ങളായിരുന്നു. ആധുനിക ലോകത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ.
എവിടെയൊക്കെ മതത്തിന് കൂടുതൽ അല്ലെങ്കിൽ അമിതമായ പ്രാധാന്യം ജനം കൽപ്പിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ വലിയ രാഷ്ട്രീയമായ താറുമാറുകൾ ജനങ്ങളെ നന്നേ അലട്ടിയിട്ടുണ്ട്, ഇപ്പോഴും അലട്ടുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ, അല്പം കട്ടിയായിട്ട് പറഞ്ഞാൽ, സൽഭരണത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു മതതീവ്രതയാണ് എന്നത് ഓണം സംബന്ധമായ വളരെ വളരെ അനിവാര്യമായ ഒരു തിരിച്ചറിവാണ്. അതിൻ്റെ ഒരു സമകാലീന ഉദാഹരണമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായിട്ടാണ് നാം അറിയുന്നത്. എന്നാൽ ജിന്ന അതിനെ ഒരു റിപ്പബ്ലിക്കായിട്ടാണ്, സെക്യുലർ മതേതര രാഷ്ട്രമായിട്ടാണ് വിഭാവന ചെയ്തത്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ സിയാഉൽ ഹക്കിൻ്റെ കാലത്ത് അതിനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി അദ്ദേഹം മാറ്റി. അതിനുശേഷമാണ് പാകിസ്ഥാൻ്റെ തകർച്ച ഏറ്റവും മൂർച്ഛന്യ അവസ്ഥയിലെത്തിയത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ വളരെ ദുഃഖത്തോടു കൂടെയാണ് പറയുന്നത്. കാരണം ഒരു രാഷ്ട്രവും അധപ്പതിക്കുന്നതിലോ അതിലെ ജനം കഷ്ടപ്പെടുന്നതിലോ ഞാൻ സന്തോഷിക്കുകയില്ല. അതെന്നെക്കൊണ്ട് സാധ്യമാകുന്ന കാര്യവുമല്ല. നമ്മുടെ ശത്രുരാജ്യമെന്ന് പറയുമ്പോഴും ഞാൻ ആരെയും ശത്രുക്കളായി കാണുന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരുടെയും വേദന ഒന്നുപോലെ നമ്മെ സ്പർശിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, ഓണത്തിൻ്റെ ഈ മിത്തിൽ പോലും ഈ ഒരു ഇൻകമ്പാറ്റിബിലിറ്റി, സൽഭരണവും മതവികാരവും മതാനുഷ്ഠാനവും അല്ലെങ്കിൽ സൽഭരണവും മതവും തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണ് എന്ന് ഈ സമയത്ത് അല്പമൊന്ന് ചിന്തിക്കുക അനിവാര്യമാണ്. കാരണം ഇതും യേശുവിൻ്റെ ദർശനവുമായി വളരെ അടുത്ത് നിൽക്കുന്നതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഇപ്പോൾ തത്രപ്പെടുന്നത്. ഇവിടെ മതമെന്ന് പറയുമ്പോൾ കൃത്യമായി അത് ആചാര അനുഷ്ഠാനങ്ങളുടെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെയും ആകത്തുകയാണ്. അതിലുള്ള ദൈവബോധം സംശയാസ്പദമാണ്. മനുഷ്യൻ സൃഷ്ടിക്കുന്ന ചില സംവിധാനങ്ങളോട് ഇണചേർന്ന് പോകുന്ന വിധത്തിൽ മനുഷ്യൻ തന്നെ രൂപീകരിച്ചെടുക്കുന്ന ദൈവസങ്കല്പങ്ങളാണ് ദൈവത്തെ പറ്റിയുള്ള ആത്യന്തികമായ തിരിച്ചറിവായി മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് മതങ്ങൾ പരസ്പരം കലഹിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളായും അധപ്പതിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതങ്ങളും ആചാര അനുഷ്ഠാനങ്ങളിലും മാമൂലുകളിലും പാരമ്പര്യങ്ങളിലും പുരോഹിത തന്ത്രങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന മതദർശനവും മതജീവിതവും മത ആചാരങ്ങളും മനുഷ്യൻ്റെ നന്മയുടെ ഏറ്റവും വലിയ ശത്രുവായി അല്ലെങ്കിൽ വിഘ്നമായി ചരിത്രത്തിൽ എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് നാം വ്യക്തമായി തിരിച്ചറിയേണ്ടതാണ്. ഓണത്തിൻ്റെ ഈ ലെജൻഡിൽ അല്ലെങ്കിൽ മിത്തിൽ കാണുന്ന മഹാബലി എന്ന് പറയുന്ന രാജാവ്, അവൻ അമ്പലത്തിൽ പോയി ചില ആചാരക്രമങ്ങൾ നടത്തി എന്ന ഒരു പരാമർശവും നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുകയില്ല. മഹാബലിയെ പറ്റിയുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മഹാബലിയെപ്പറ്റി ഈ മിത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ജനങ്ങൾക്ക്, തൻ്റെ പ്രജകൾക്ക് നന്മ വരുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അദ്ദേഹം മതപരമായ വലിയ ഭക്തനായിരുന്നുവെന്ന യാതൊരു പരാമർശവുമില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവത ആരാണെന്നോ എപ്രകാരമാണ് ആരാധിച്ചതെന്നോ അമ്പലങ്ങളിൽ എത്രമാത്രം സ്വർണം കൊണ്ടിട്ടെന്നോ ഒന്നും അവിടെ പറയുന്നില്ല. അദ്ദേഹം നീതിപൂർവമായി ജനങ്ങളെ ഭരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭരിച്ച ഒരു രാജാവാണ്. തൽഫലമായി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സമൂഹത്തിലാകമാനമായി ഒരു വലിയ ഉന്നമനമുണ്ടായി. ധാർമ്മികമായ ഒരു മേന്മയുണ്ടായി. സമൂഹത്തിൽ സത്യത്തിന് ഇടമുണ്ടായി.
വഞ്ചനയും കള്ളവും ഇല്ലാതെയായി എന്ന് പറയുമ്പോൾ സത്യത്തിന് മുഖ്യസ്ഥാനം കൊടുത്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണം അത് ഒരു രാജ്യത്ത് നടപ്പാക്കുന്നതാണ് ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ ആത്മീയത എന്ന തിരിച്ചറിവ് ഈ ഒരു മിത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇന്ന് ഭാരതത്തിൽ നാം നോക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഒരു വലിയ മഹാപുരോഹിതനെ പോലെ പ്രവർത്തിക്കുവാൻ എപ്പോഴും തക്കം നോക്കിയിരിക്കുന്നു. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്, അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ്. ഒരു തനി പൂജാരിയെ പോലെ അദ്ദേഹം നിന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ ഓണത്തെ സംബന്ധിച്ചുള്ള മിത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ആത്മീയമായ ദർശനം പകർന്നു കൊടുക്കുവാൻ മലയാളികൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇന്ന് വരെ. നമ്മുടെ നാട്ടിലൊരു ഗോപിയുണ്ടല്ലോ, സുരേഷ് ഗോപി. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ഇത് അവിടെ ചെന്ന് ഉണർത്തിക്കാൻ പറയണം. ഇങ്ങനൊരു ദർശനമുണ്ട് കേരളത്തിൽ. അതായത് ഒരു രാജാവിൻ്റെ കടമ അമ്പലം സൃഷ്ടിക്കുകയോ അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തുകയൊന്നുമല്ല. ഒരു രാജാവിൻ്റെ ആത്മീയത സത്യത്തിനും നീതിക്കും സാഹോദര്യത്തിനും സമത്വത്തിനും മുഖ്യസ്ഥാനം ഉറപ്പുവരുത്തുന്ന ഒരു സൽഭരണം തൻ്റെ പ്രജകൾക്ക് ഉറപ്പുവരുത്തുക എന്നതിനപ്പുറത്ത് ഒരു ആത്മീയതയുമില്ല എന്ന ദർശനം അതിമനോഹരമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് തന്നെയാണ് യേശുവിൻ്റെ ദർശനത്തിലും എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ പലരും നെറ്റി വിളിക്കുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് അതിലല്പം വ്യക്തത പ്രാപിക്കുക ആവശ്യമായതുകൊണ്ട് നമുക്കിനിയും നമ്മുടെ ശ്രദ്ധ മഹാബലിയിൽ നിന്ന്, കേരളത്തിലെ മഹാബലിയിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനിൽ ജനിച്ച് സർവ്വലോകത്തിനു വേണ്ടിയും തന്നെ ഒരു മഹാബലിയായി, സുപ്രീം സാക്രിഫൈസ് എന്നാണല്ലോ വാക്കിൻ്റെ അർത്ഥം, മഹാബലി. അത് ചുരുക്കിയാണ് മാവേലിയായത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വിചാരിച്ചിരിക്കുന്ന മാവേലി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നല്ല ബ്രീഡുള്ള എലിയാണെന്നാണ്. അത്രയുള്ള തിരിച്ചറിവ് ഇക്കാലത്തുള്ളൂ. മഹാബലി, സുപ്രീം സാക്രിഫൈസ്. മറ്റൊരു സുപ്രീം സാക്രിഫൈസിൻ്റെ കഥയാണ് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊരു രാജാവാണ്. ഞാൻ രാജാവാണ്. മനുഷ്യരുടെ ഹൃദയത്തിൽ മാത്രം സിംഹാസനം സ്ഥാപിക്കുവാൻ താല്പര്യമുള്ള രാജാവുണ്ട്. സർവ്വലോകത്തെയും സ്നേഹിപ്പാൻ, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തിലെ വേദനയും പ്രയാസവും കഷ്ടവും അനിഷ്ടതയും നിസ്സഹായതയും എല്ലാം തന്നിലേക്ക് സ്വീകരിപ്പാൻ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നൊരു രാജാവുണ്ട്. ആ രാജാവാണ് തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ നിമിഷങ്ങളിൽ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ദാസനെ പോലെ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി, നിങ്ങളും ഇപ്രകാരം തന്നെ പരസ്പരം കരുതലുള്ളവരായിരിക്കണം എന്ന് അവർക്ക് നല്ല ബുദ്ധി ഉപദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ രാജാവാണ് തന്നെ സത്യമായി അവതരിപ്പിച്ചത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഒരു രാജാവ് പറയേണ്ട വാക്കുകളാണിത്. ഒരു പ്രൈം മിനിസ്റ്റർ പറയേണ്ട വാക്കുകളാണ്. അമേരിക്കൻ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും പറയേണ്ട വാക്കുകളാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. സത്യത്തിന് ഞാൻ വില കൊടുക്കുന്നുണ്ട്. ഈ ലോകത്ത് സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും സൃഷ്ടിക്കുവാൻ ഒറ്റക്കാര്യം മതി. സത്യത്തിന് വേണ്ട വില കൊടുത്താൽ, ഇടം കൊടുത്താൽ മതി. അത്രമാത്രം പ്രാധാന്യമുള്ളൊരു മർമ്മത്തെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ സത്യമായവന് മാത്രമേ ഞാൻ നല്ല ഇടയവനാണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇടയൻ എന്ന് പറയുമ്പോൾ അത് പ്രതീകമാണ് നമുക്കറിയാം. എന്തിൻ്റെ പ്രതീകമാണ്? കരുതലിൻ്റെ പ്രതീകമാണ്. ഒരു രാജാവ് സ്വയം സത്യത്തിൻ്റെ ആവിഷ്കാരമാകുമ്പോൾ മാത്രമേ കരുതലിൻ്റെ മനോഭാവത്തോടു കൂടെ പ്രജകൾക്ക് സേവനം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. ഇന്നോ സത്യത്തെ പരിപൂർണമായി ഉപേക്ഷിച്ച് അസത്യത്തെ മാത്രം അവലംബിച്ച് എന്നാൽ സൽഭരണം ഞാൻ ചെയ്തേ അടങ്ങൂ എന്ന് പറഞ്ഞ് നടക്കുന്ന
ഒരു വലിയ കാപട്യത്തിൻ്റെ യുഗമാണ് എന്ന് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. യേശു രാജാവാണ്. പൊന്തിയോസ് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ യഹൂദന്മാരുടെ രാജാവോ? അതെ, ഞാൻ രാജാവ് തന്നെ. പക്ഷേ എൻ്റെ രാജ്യത്വം ലോകം അറിയുന്നത് പോലെയല്ല. കയ്യൂക്കുകൊണ്ടും അസത്യത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ടും നേടുകയും നിലനിർത്തുകയും ചെയ്യുന്ന സിംഹാസനമല്ല എൻ്റേത്. ക്രൂരതയുടെ സംരക്ഷണത്തിൽ നിലനിർത്തേണ്ട സിംഹാസനമല്ല എൻ്റേത്. എൻ്റെ രാജ്യത്വം സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും കരുണയുടെയും കരുതലിൻ്റെയും രാജ്യത്വമാണ്. ഇവിടെ രാജാവും പ്രജകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ രാജാവിൻ്റെ ആകപ്പാടെയുള്ള കരുതൽ തൻ്റെ മാഹാത്മ്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ എല്ലാവരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കുകയോ അല്ല. ഈ രാജാവിൻ്റെ ഏക കരുതൽ തൻ്റെ ഓരോ പ്രജയുടെയും ഉള്ളിലുള്ള വലിയ വില അത് പൂർണ്ണ തോതിൽ വെളിപ്പെട്ടു വരികയും അങ്ങനെ എല്ലാ പ്രജകളുടെയും പൂർണ്ണമായ വികസനവും വിലയും പ്രകടമാകുന്നതിൽ കൂടെ സമൂഹമാകമാനം ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നതിൽ അധികമായി സന്തോഷിക്കുകയും അതുമാത്രം സ്വപ്നം കണ്ട് അതിനുവേണ്ടി അത് മാത്രം ലാക്കാക്കി അനവരതം അധ്വാനിക്കുകയും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ ഉള്ള താല്പര്യത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു മാതൃകയാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം. ഈ ഒരു അളവുകോല് കൊണ്ട് വേണം രാഷ്ട്രീയത്തെ അളക്കുവാൻ എന്ന ഒരു തിരിച്ചറിവ് ഓണത്തിൻ്റെ മിത്തിലും യേശുവിൻ്റെ വെളിപ്പെടുത്തലിലുമുണ്ട്. ഈ ഒരു ദർശനത്തിൽ ഓണവും യേശുവും കണ്ടുമുട്ടുന്നുണ്ട് എന്നതാണ് പ്രധാനമായി എനിക്ക് ഏവരുമായി പറയാനുള്ളത്. ഞാൻ ആദ്യം പരാമർശം ചെയ്ത വാക്യത്തിലേക്ക് തിരിച്ചു വരട്ടെ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഇതും കൂടെ സൂചിപ്പിച്ച് നമ്മുടെ ചിന്തകൾ ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ ദർശനത്തിൽ സൽഭരണം സാധ്യമാകണമെങ്കിൽ അത് യഥാർത്ഥത്തിൽ അനുഭവവേദ്യമാവുകയും നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ തുല്യമായി പരസ്പര സഹകരണത്തിൽ എപ്പോഴും പ്രവർത്തിക്കണം. ഒന്ന്, അതിനുതകുന്ന ദർശനമുള്ളൊരു രാജാവ് ഉണ്ടാകണം. രണ്ട്, ആ ദർശനത്തിൽ പ്രവർത്തിക്കുവാൻ മനസ്സുള്ള പ്രജകളും ഉണ്ടാകണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം ജനങ്ങൾക്ക് നൽകുന്ന ഉത്ബോധമാണ്. നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? നിങ്ങൾ നീതിയും ന്യായവും സത്യവും നിരന്തരമായി അന്വേഷിക്കുന്നവരായിരിക്കണം. അത് കൈവിട്ടിട്ട് ഒരിക്കലും പ്രവർത്തിക്കുകയില്ല എന്ന ദൃഢനിശ്ചയം വെച്ചു പുലർത്തുന്നവരായിരിക്കണം. ഇത് നമ്മുടെ കാഴ്ചപ്പാടിന് വളരെ വ്യത്യസ്തമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സൽഭരണം, ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ നേതാവ് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വിളമ്പിത്തരുന്ന പഴങ്കഞ്ഞിയാണ് എന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ അർത്ഥശൂന്യമായൊരു പ്രത്യാശയില്ല, അല്ലെങ്കിൽ ഒരു സങ്കല്പമില്ല. നല്ലവനായ ഒരുത്തൻ ഒരു പ്രൈം മിനിസ്റ്ററായ അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആയതുകൊണ്ട് ഒരു രാജ്യത്തോ ഒരു സമൂഹത്തോ സൽഭരണം ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചു പോകരുത്. അത് സാധ്യമല്ല. സൽഭരണം എവിടെയെങ്കിലും യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് രണ്ട് ഘടകങ്ങളുടെ പരസ്പര പൂരിതമായ സമ്മേളനത്തിലും സഹകരണത്തിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ ദർശനത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അപ്രകാരം ജനങ്ങളുടെ ക്ഷേമവും അവരുടെ നന്മയും ആത്യന്തിക ലക്ഷ്യമാക്കി കണക്കാക്കി അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിക്കുവാൻ അതീവ താല്പര്യമുള്ള ഒരു നേതാവുണ്ടാകണം, അങ്ങനെ ഒരു രാജാവുണ്ടാകണം. എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ രാജാവിൻ്റെ മാതൃകയെ ഉൾക്കൊണ്ട് സത്യത്തിനും നീതിക്കും വില കൊടുത്ത് ഓരോരുത്തരും അവരുടെ ജീവിതത്തെയും ജീവിത
തന്ത്രങ്ങളെയും രൂപീകരിക്കുവാൻ മനസ്സുള്ളവരായി ആ രാജാവിനോടുള്ള സഹകരണത്തിൽ പരസ്പര ബന്ധങ്ങളെയും പ്രക്രിയകളെയും രൂപീകരിക്കുന്ന ഒരു സമീപനത്തിൽ കൂടെ രാജാവും പ്രജകളും ഒന്നുപോലെ സമർപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ മാത്രമേ സൽഭരണം യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം. ഇതുകൊണ്ടാണ് ഇക്കാലത്ത് നാം പറഞ്ഞിട്ടുള്ളത്, ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന ഭരണകർത്താവിനെ മാത്രമേ ലഭിക്കുകയുള്ളൂ. എ പീപ്പിൾ ഗെറ്റ് ദ റൂളർ ദേ ഡിസേർവ്. എ പീപ്പിൾ ഗെറ്റ് ദ കിങ് ദേ ഡിസേർവ്. എ പീപ്പിൾ ഗെറ്റ് ദ പ്രൈം മിനിസ്റ്റർ ദേ ഡിസേർവ്. ജനം യാതൊരു മൂല്യങ്ങൾക്കും മാർജിൻ അനുവദിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് സൽഭരണം വേണം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള നല്ല മുഴുത്ത ഭ്രാന്താണ്. തന്നെയുമല്ല, ധാർമ്മികമായി അധപ്പതിച്ച ഒരു സമൂഹത്തിൽ നിന്ന് ആത്മീയമായ പ്രബുദ്ധതയുള്ള നല്ല ഉദ്ദേശം കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ ചുവടുവയ്ക്കുന്ന ഒരു നേതാവ് ഉത്ഭവിക്കുവാൻ സാധ്യമല്ല. ഏത് സമൂഹത്തിൽ ഏത് സംസ്കാരത്തിൽ നിന്നാണോ നേതാവ് ഉരുത്തിരിഞ്ഞു വരുന്നത്, ആ സംസ്കാരത്തിൻ്റെ ചുവയും അതിൻ്റെ വൈകല്യങ്ങളും അദ്ദേഹത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പല സാഹചര്യങ്ങളിലും നേതാവ് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ മറ്റെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ വിമർശിക്കുവാൻ കൂട്ടാക്കാത്തത്. കാരണം ആ നേതാവിൽ കാണുന്ന വൈകല്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി നിലകൊള്ളുന്നു, പ്രവർത്തിക്കുന്നു. പക്ഷെ നമുക്കതിന് തക്കതായ അവസരങ്ങളില്ലാത്തതുകൊണ്ട് നാം പ്രകടിപ്പിക്കുന്നില്ല എന്നത് മാത്രം. അതുകൊണ്ട് യേശുവിൻ്റെ ഈ ഉത്ബോധനം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നീതി അന്വേഷിക്കുന്നവർക്ക് മാത്രമേ നീതിയുക്തമായ ഒരു ഭരണം അവകാശമായി തീരുകയുള്ളൂ. ഓണത്തിൻ്റെ മിത്തിനെ നാം ഒന്നുകൂടെ ശ്രദ്ധിക്കുമ്പോൾ മഹാബലി എന്ന് പറയുന്ന ഒരു നല്ല രാജാവ് ഉണ്ടായെന്ന് മാത്രമല്ല, സമൂഹത്തിലാകമാനം കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളവുമില്ല, പൊളിവചനം. അത് ജനങ്ങൾ അവരുടെ തന്നെ താല്പര്യത്തിൽ ആരും അവരെ ഹേമിക്കാതെ, അവരെ ഭയപ്പെടുത്താതെ, നിർബന്ധിക്കാതെ അവർ സ്വമേധയായി നിലനിർത്തുന്ന ഒരു ധാർമ്മിക മാനദണ്ഡമാണ്, ഒരു ജീവിത രീതിയാണ്, അവരുടെ നന്മയാണ്. രാജാവിനെ പോലെ തന്നെ പ്രജകളും പ്രജകളെപ്പോലെ രാജാവും. ഈ രണ്ട് ഘടകങ്ങൾ സമന്വയിക്കപ്പെടുമ്പോൾ മാത്രമേ സൽഭരണം യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഓണത്തിൻ്റെ മിത്തിലുണ്ട്. അതുതന്നെ ഈശ്വരൻ ദർശനത്തിലുണ്ട്. ഇത് വളരെ വളരെ വ്യക്തമായി നമ്മുടെ കാലഘട്ടത്തിൽ പൊതുരംഗത്ത് പ്രഖ്യാപിക്കപ്പെടേണ്ട, നിലനിർത്തപ്പെടേണ്ട ഒരു തിരിച്ചറിവാണ് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കുമുള്ള എൻ്റെ അഭിവാദ്യങ്ങൾ. മഹാബലിയുടെ പേരിലും ഞാൻ ആരാധനാ മനോഭാവത്തോടെ കാണുന്ന വലിയ മഹാബലിയായ യേശുവിൻ്റെ പേരിലും സൽഭരണം സ്വപ്നം കണ്ട് എന്നാൽ അനുദിനം ആ ലക്ഷ്യത്തിൽ നിന്ന് നാം അകന്നു പോകുന്നുവല്ലോ എന്ന് ഓർത്ത് ഉള്ളിൽ നെരിപ്പോട് കാത്തു സൂക്ഷിച്ച് നീറി ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ പേരിലും എല്ലാവരോടുമുള്ള അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ, സമാധാനമുണ്ടാകട്ടെ, സമാധാനം മാത്രം ഉണ്ടാകട്ടെ. ശാന്തി 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 ശാന്തി.